ഈ IPL-ൽ മറ്റു ടീമുകൾ ഒരുപാട് മാച്ച് തോൽക്കുന്നുണ്ട്. എന്നാൽ രാജസ്ഥാൻ മാത്രം അങ്ങനെ കളി തോൽക്കുന്നില്ല, മികച്ച രീതിയിൽ ജയിച്ചു വരികയാണ്. കഴിഞ്ഞ മാച്ച് രാജസ്ഥാൻ ഭാഗ്യം കൊണ്ട് തോറ്റതാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ രാജസ്ഥാൻ കളിച്ച എല്ലാ മാച്ചിലും ജയിച്ചു എന്ന റെക്കോർഡ് സ്വന്തമാക്കിയേനെ. പക്ഷേ ഇപ്പോഴത്തെ രാജസ്ഥാനെ ഭയന്നേ മതിയാവൂ. എന്തുകൊണ്ടാണ് രാജസ്ഥാൻ എല്ലാ മാച്ചും ജയിക്കുന്നത്? പഞ്ചാബിനെതിരെയും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച് സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് നേടിക്കൊടുക്കണം, അതാണ് എൻ്റെ സ്വപ്നം. ഇപ്രാവശ്യം ഞാനത് നിറവേറ്റും. കാരണം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഞങ്ങൾ ഫോമിലാണ്. ഞങ്ങൾക്കിപ്പോൾ ആരെയും പേടിയില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇപ്രാവശ്യം ഞങ്ങളത് തിരുത്തി. പക്ഷേ ഇന്നത്തെ മാച്ച് ടൈറ്റായിരുന്നു. പഞ്ചാബ് ഇത്രയും ടഫാക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. കളി ഞങ്ങൾ ആദ്യമേ ജയിച്ചതായിരുന്നു. എന്നാൽ 10ാമത്തെ ഓവറിന് ശേഷമാണ് കളി കൈവിട്ടു പോയത്. പിന്നീട് വിക്കറ്റുകൾ പെട്ടെന്ന് പോയത് കൊണ്ടാണ് കളി അവസാന ഓവറിലേക്ക് നീണ്ടത്. എങ്കിലും ഷിംറോൺ ഹെയ്റ്റ്മർ മികച്ച രീതിയിലാണ് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിച്ചത്. ഞാൻ രാജസ്ഥാൻ്റെ ക്യാപ്റ്റനായിട്ട് അധികം വർഷമായിട്ടില്ല. ഞാൻ എപ്പോഴും ക്യാപ്റ്റൻസി കണ്ടുപഠിക്കാറ് MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ നിന്നാണ്. അദ്ദേഹമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ധോണിയുടെ പല തന്ത്രങ്ങളും ഇപ്പോൾ പയറ്റുന്നുണ്ട്. അത് പലപ്പോഴും സക്സസ് ആകാറുമുണ്ട്. ഇനിയുള്ള മാച്ചും മികച്ച വിജയം നേടി പ്ലേ ഓഫിലെത്തണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ഡബിൾ ഹാപ്പിയാണ്. കാരണം ഓരോ മാച്ചും ആവേശകരമാണ്. ഓരോ മാച്ചും രാജസ്ഥാൻ ജയിക്കുന്നുമുണ്ട്. ഇന്നത്തെ മാച്ച് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. ലാസ്റ്റ് രാജസ്ഥാൻ തോൽക്കുമെന്നായിരുന്നു കരുതിയത്. എന്തായാലും ഇപ്പോൾ രാജസ്ഥാൻ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണ്. ഇപ്രാവശ്യം സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. പഞ്ചാബ് ഇന്ന് തോൽക്കുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.